കോൺഗ്രസും പശുവും കൂടിച്ചേർന്നാൽ BJP ആയി എന്നാണ് ആ പ്രയോഗം. പ്രമുഖ മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനും BJPയുടെ വളരെ പ്രമുഖനായ മുൻ നേതാവുമായിരുന്ന അരുൺ ഷൂറി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രയോഗം നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിനെയും BJPയെയും താരതമ്യം ചെയ്തുകൊണ്ട് നടത്തിയിട്ടുണ്ട്. കോൺഗ്രസും പശുവും കൂടിച്ചേർന്നാൽ BJP ആയി എന്നാണ് ആ പ്രയോഗം. ഞാനിത് ഇപ്പോഴിവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ VD സതീശൻ്റെ കേരളത്തിലെ UDF ഗവൺമെൻറ്റും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റും ഒരേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന ചിത്രം കേരളം ഗൗരവപൂർവം കാണുകയാണ്. രണ്ട് പാർട്ടികളുടെയും സാമ്പത്തിക നിലപാടുകൾ ഒന്നു തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭരണവർഗം എന്ന നിലയിൽ അവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക രാഷ്ട്രീയ സമീപനങ്ങളിലും നല്ല സാമ്യവും അതുപോലെ തന്നെ ഒരേ ദിശയിലേക്കുള്ള യാത്രയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വർഗീയമായ നിലപാടുകളാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് പുറത്ത് കൈകാര്യം ചെയ്യുന്നതെങ്കിലും കോർപ്പറേറ്റുകളെ അങ്ങേയറ്റം സഹായിക്കുന്ന, അത് ഇന്ത്യൻ കോർപ്പറേറ്റുകളെ ലോക മുതലാളിത്തത്തിൻ്റെ നെറുകയിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനമാണ് അവർ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നയപരമായ അവരുടെ യോജിപ്പ് മൃദു ഹിന്ദുത്വ സമീപനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മളിപ്പോഴും കാണുകയാണ്. മതനിരപേക്ഷതയെ തന്നെ അങ്ങേയറ്റം തകർക്കാൻ ഉതകുന്ന നിലയിൽ ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട് അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സന്ദർഭത്തിലും ശക്തിയായിട്ടുള്ള ചർച്ചയ്ക്ക് ഇടയാക്കിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വന്ദേമാതരം എന്ന കാര്യം നമുക്കറിയാം. ഇന്ന് മാത്രം ചർച്ച ചെയ്യുന്ന ഒന്നല്ല ഇത്. വന്ദേമാതരം യഥാർത്ഥത്തിൽ രചിക്കുന്നത് കോൺഗ്രസ് രൂപം കൊള്ളുന്നതിന് മുമ്പാണ്. 1885 A. ഹ്യൂമിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആരംഭിക്കുന്നത്. 1875 ഈ ഗാനം യഥാർത്ഥത്തിൽ രചിക്കുന്നത്. അതിനുശേഷം കോൺഗ്രസിൻ്റെ സമ്മേളന വേദിയിൽ അത് ഫലപ്രദമായിട്ട് ആരംഭിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ രവീന്ദ്രനാഥ് ടാഗോറാണ്. അതോടുകൂടിയാണ് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടത് മാറിയത്. ആനന്ദമഠം എന്ന നോവലിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടതായിരുന്നു ഈ എഴുതപ്പെട്ട ഗാനം. സ്വാഭാവികമായിട്ടും അതിൽ ആദ്യത്തെ 2 ചരണമൊഴിച്ച് ബാക്കി ഭാഗങ്ങളിൽ ഹിന്ദുത്വ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന സമീപനമാണ്. അതാണ് ഇതിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. ഇത് എപ്പോഴും എന്താ ഈ പ്രശ്നം എന്നുള്ളതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് പറയാറില്ല. അത് മതനിരപേക്ഷ ഉള്ളടക്കമുള്ളതല്ല. അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഭാരതത്തെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദേശഭക്തി ഉൾക്കൊള്ളുന്ന കാര്യം. അല്ലാത്ത ഭാഗം RSS അജണ്ടയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെ ഗാന്ധി ഉൾപ്പെടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഭാഗം ചേർക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു.